യെസ് കമിൻ. ഗോപി. ഹലോ. അതെയോ? നിന്റെ കാര്യം എന്താ? കുറച്ചു മുമ്പേ ഞാൻ സുമയോട് ഫോൺ ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. എന്തിന്? അതെന്ത് ചോദ്യാടാ? 3 മാസമായില്ലേ നീ ബോംബെക്ക് പോയിട്ട്? അപ്പൊ നമുക്ക് ഇന്ന് ഗ്രാൻഡ് ആയിട്ടൊന്ന് ആഘോഷിക്കണം. ആ അളിയേരി. പിന്നെ എന്തൊക്കെയുണ്ട് അളിയോ ബോംബെ വിശേഷങ്ങൾ? സ്ട്രീറ്റ് തെണ്ടി. അതൊക്കെ പറയാതിരിക്കുന്ന നല്ലത്. പിന്നെ ഭാര്യയുടെ കാര്യം എന്തായി? ആ കുടിയന്തന്റെ ചാവാത്തടത്തോളം കാലം ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല. വാ രേ വാ. അപ്പൊ എന്റെ പൊന്നാളിയൻ ഇപ്പോഴും ബാച്ചിലർ തന്നെ. പിന്നെന്താ സംശയം? നീ പോയി ഇന്ന് വരെ പരിശുദ്ധ ബാച്ചിലർ. കൊള്ളാമല്ലോ. കമ്പനി ഇല്ലാതെ എന്ത് സുഖളിയ. പക്ഷെ നീ ഇന്ന് വന്നത് പ്രമാണിച്ച് ഞാൻ നമ്മുടെ സുമയെ ഒന്ന് വെറുതെ എരിയാളിയാ. സുമയും ഗീമൻ അവരൊക്കെ എപ്പോഴും കിട്ടുന്നതല്ലേ. ഞാൻ വേറൊരു ഫയൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഏത് ഫയല്? അവളുടെ പേരാണ് നിർമ്മലക്കുട്ടി. ഇങ്ങനത്തെ 2 എണ്ണം. എങ്ങനത്തെ 2 എണ്ണം? എന്നെ ഇന്നലെ തന്നെ വിടാമെന്നല്ലേ പറഞ്ഞത്? അതെ. ഇപ്പൊ സമയം ഉച്ചയായി. നാളെ രാവിലെ പോവാ. പിന്നെ എനിക്ക് കോളേജിൽ പോണം. പിന്നെ 2 ദിവസം കോളേജിൽ പോയില്ലെന്ന് കരുതി ഈ ഭൂമിയുടെ കറക്കൊന്നും നിൽക്കാൻ പോകുന്നില്ലല്ലോ പൊന്നു മോളെ. ഗോപി സാറിനെ വിട്ടേക്ക്. സാറിന് പെണ്ണും പിടക്കോഴിക്കും ഉള്ളത്. ഓ എന്തുണ്ടായാലും എന്താ, വീടിന്റെ വെളിയിൽ ഞങ്ങൾ ഒന്നാ. ഒരു ചായ ആയാലും 2 ആക്കി, ഒരു സിഗരറ്റ് ആയാലും 2 ആക്കി, ഒരു പെക്ക് വിസ്കി ആയാലും 2 ആക്കി. എന്തിനധികം ഈ നിർമ്മലക്കുട്ടിയെ വരെ എന്റെ കൈ ഒന്ന് മതിയാക്കുന്നുണ്ടോ? എന്നാ ഞാൻ പോട്ടെ. പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം. അളിയ ആ വഴിക്കല്ലേ പോകുന്നു, ഇവിടെ ഡ്രോപ്പ് ചെയ്തൂടെ? അടാ ഞാൻ ഓഫീസിലേക്കല്ല, പിന്നെ കറങ്ങി ആ വഴിക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ. എങ്ങനെ നിർമ്മലക്കുട്ടി വെക്കോ? ഇംപ്രൂവ് ആയി പോയല്ലോ. സെലക്ഷൻ എന്റേതാ. അടുത്ത ഫയല് അളിയന്റെ വക. ഏറ്റവും അളിയോ എനിക്കൊന്ന് ആഫീസ് വരെ പോണല്ലോ. അളിയാ ഇവളുമാരെയൊക്കെ കൊണ്ട് റോഡിലിറങ്ങി നടക്കാൻ പറ്റുമോ അളിയാ? ഇറങ്ങും. ഇതാണ് എന്റെ വീട്. വരൂ. ഇനി ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കണക്കാക്കിയാൽ മതി. നാട്ടിൽ നിന്ന് കൊച്ചമ്മ വന്നിട്ടുണ്ട്. ശരി നീ വയ്ക്കോ. വരൂ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു. ഇതെന്റെ ബ്രദർ ശങ്കർ. നമസ്തേ. വരലേ. ഇത് ഉഷയും റാണിയും. ഇവർക്ക് കിഴക്കേ റൂമിൽ നിന്ന് കാണിച്ചു കൊടുക്ക്. ശരി വരും. നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ പുഷ്പ ചേച്ചി ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും. കഷ്ടം. ഇനി ഇവരും നമ്മളെപ്പോലെയാവും. ഹലോ സണ്ണി ഹിയർ. ആര്? പുഷ്പയോ? എപ്പോന്ന്? ഞാൻ ഇന്ന് കാലത്തെത്തി. ഏയ് അങ്ങനെയൊന്നുമില്ല. 2 ചെറിയ ഫയൽസ്. ദാറ്റ്സ് ഓൾ. മറക്കുകയോ? എന്തിനെ? നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ടുവന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞാനും എന്റെ ഫ്രണ്ട് ഗോപിയുണ്ട്. അവരെ വൈകുന്നേരം ഇങ്ങോട്ട് പറഞ്ഞു വിട്. അത് കുഴപ്പമില്ല. ആട്ടെ, ഫയൽ എങ്ങനെയുണ്ട്? ഫയൽ കണ്ടിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. വെക്കട്ടെ. താങ്ക് യു. സരളേ. അവർ കുളിയൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചു. എന്തെങ്കിലും സംശയം തോന്നിയോ? ഇല്ലെന്ന് തോന്നുന്നു. ഗുഡ്. ഇന്ന് രാത്രി സണ്ണി സാർ വരുന്നുണ്ട്. നീ വേണം അവരെ ശ്രദ്ധിക്കാൻ. പിന്നെ അവർ പുതിയ കുട്ടികളാണ്. സണ്ണി സാറിനോട് പറയണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. ശരി ചേച്ചി. ചേച്ചി
ഹലോ, വുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ ഗോപി പ്ലീസ്? വന്നില്ലേ? വന്നു കഴിഞ്ഞ് ഞാൻ സണ്ണി വിളിച്ചിരുന്നു എന്ന് പറയണം. ഓക്കെ, താങ്ക് യു. അവൻ എവിടെ പോയി? എന്റെ അടുത്ത് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. ഒരു പക്ഷെ എന്നെ കളിപ്പിച്ചിട്ട് ക്ലബിലെങ്ങും പോയിട്ടുണ്ടാവോ? എല്ലാം ശരിയായോ? എല്ലാം ശരിയായിട്ടുണ്ട്. മറ്റേ പാർട്ടിക്ക് ഫോൺ ചെയ്തോ? ഓ, ഫോൺ ചെയ്തു. അവരൊരു രസികയാണെന്ന് തോന്നുന്നല്ലോ. ഹേയ്, നിൽക്കടി അവിടെ. ഐതരെ പിടി. എടീ, നിൽക്കാൻ. എന്താ എന്ത് പറ്റി? എന്താ സംഭവം? അല്ല, സാറന്മാരെ മനസ്സിലായില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കി തരാം. അവരെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. താനെന്താ തുറച്ചു നോക്കുന്നത്? നിങ്ങളേതാ? എവിടുന്നാ വരുന്നത്? ഞങ്ങൾക്ക് ആരുമില്ല സാർ. ആരുമില്ലാതെ പിന്നെ മാനത്തുനിന്ന് പൊട്ടി വീണതാ? നിങ്ങൾക്ക് എവിടേക്കാ പോകേണ്ടത്? വിരോധമില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ പോയി സംസാരിക്കാം. കാറി കയറി കയറി എനിക്ക് പോണം. വലിഞ്ഞു കയറി വന്നോളും ഒരു അലവലാതി. ഹലോ, എന്താ പുഷ്പേ? അവർ രക്ഷപ്പെട്ടെന്നോ? ഷോ, സംഗതി ബോറായല്ലോ. വൈകുന്നേരം ഗോപി വരും. അവനോട് ഞാൻ എന്ത് പറയും? ഛേ, ഉറങ്ങിക്കിടന്നവനെ വിളിച്ച് അത്താഴമില്ലെന്ന് പറഞ്ഞ പോലെയല്ലോ. ശരി, അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഏത് പണ്ടർത്തിങ്ങനെ അയക്ക്. ഓക്കെ. ഇതാണ് എന്റെ വീട്. സ്വന്തം വീടല്ല, വാടക വീട്. വരൂ. അല്ല, അവളിതുവരെ എത്തിയില്ലേ? എന്റെ ഭാര്യ ഇവിടെ ഇല്ല. കുറെ കാലമായി അവൾക്ക് ഒരേ നിർബന്ധം, ഒരു സിനിമയ്ക്ക് പോകണമെന്ന്. പറഞ്ഞയച്ചു. നിങ്ങൾ വരൂ. വരൂ നീ. കേറി വരൂ. പേടിക്കണ്ട, നിങ്ങൾ ഇവിടെ സുരക്ഷിതരാ. അടുക്കളയിൽ വല്ലതും കാണും. നല്ല വിശപ്പ് കാണും. ഒരുപാട് ഓടിയതല്ലേ.
സാർ ആ ഫ്ലാഷ് ബാക്ക് ഒന്നും എനിക്ക് കേൾക്കണ്ട. അടുക്കളയിൽ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കഴിച്ച് ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരാം. ഞാൻ തിയേറ്റർ വരുന്ന പോയിട്ട് ഇപ്പൊ വരാം. സിനിമ കഴിഞ്ഞ് ഒരു പക്ഷെ അവർ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഡോറ് ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ടാ പോകുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് പേടിച്ചിട്ടല്ല, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. ഓക്കെ? ആ അടുത്ത ഫയൽ നിന്റെ വക. A2. ചേച്ചി, എനിക്കെന്തോ ഒന്നുമില്ല. സാറ് നല്ലവനാ. അല്ലെങ്കിൽ മരിക്കണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. നീ വാ. എന്താ ചേട്ടാ, കിട്ടിയോ? നിന്റെയൊക്കെ അശ്രദ്ധ കൊണ്ടാണ് അവരിവിടുന്ന് രക്ഷപ്പെട്ടത്. നിസ്സാരമായ 2 പെൺകുട്ടികളെ പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെന്ന് വെച്ചാൽ അതിനു മുമ്പ് എനിക്കൊന്നും കേൾക്കണ്ട. നാട്ടിലുള്ള ആരെങ്കിലും അവർ രക്ഷിച്ചിരിക്കും. പുഷ്പേ, നീ അകത്തു പോ. ചേട്ടൻ ദേഷ്യപ്പെടുന്നത് ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. ഹലോ സണ്ണി. ആരാ? രവിയാ? ഞാൻ ഗോപിയാ. ആ ശരി. ഹലോ, ഇല്ലേ? ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഇനിയും സാറിനെ കണ്ടില്ലല്ലോ. സാറ് വരും ചേച്ചി. പക്ഷേ സാറിന്റെ ഭാര്യ സാറിനെ പോലെ അവര് നല്ലവരായിരിക്കും. അവരോട് പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും വീട്ടുജോലിക്കെങ്കിലും നിൽക്കാൻ കാണി. സാറ് വന്നു തോന്നുന്നു. ആ ഉഷേ, ഉഷേ, ഓ നിങ്ങൾ നോക്കുന്ന എന്റെ ഭാര്യയായിരിക്കും. ഓ വന്നില്ല. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അവളുടെ ബ്രദറേയും സിസ്റ്ററിനെയും കണ്ടു. അവരുടെ കൂടെ പോയി. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞേ വരൂ. നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ ഊഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്നെ പരിപൂർണമായി വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ഇവിടെ കഴിഞ്ഞ് നാളെ പോവാം. അതല്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോകണമെങ്കിൽ അതാ ആ വാതിൽ തുറന്നു കിടക്കുന്നു. ഞങ്ങൾക്ക് ആരുമില്ല സാർ. ഞങ്ങൾ കരയാതെ കരയാതെ കരയാതെ. ഞാൻ എന്റെ അവസ്ഥ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ആ റാണി, കാറിലൊരു പൊതിയിരിപ്പുണ്ട്, അതിങ്ങെടുത്തോളൂ. എടുത്തിട്ട് വരും. ചെല്ലു. കുളിച്ച് ഫ്രഷായി അല്ലേ? എന്താ ഉണ്ടാക്കി കഴിച്ചത്? ഒന്നും ഉണ്ടാക്കിയില്ല, ഇവിടെ ഇരുന്നതാ കഴിച്ചത്. അപ്പോ നിങ്ങളുടെ വിശപ്പ് മാറി, എന്റെയോ? സാരമില്ല, നമുക്ക് എല്ലാവർക്കും പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാം. ആ നിങ്ങൾക്കുള്ള ഡ്രസ്സായത്. എന്താ ഉഷ നോക്കുന്നത്? ഈ നനഞ്ഞ തുണികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരൂ. നമുക്കിന്ന് ഗ്രാൻഡ് ആയിട്ടൊന്ന് ആഘോഷിക്കണം. എന്റെ സന്തോഷത്തിന് വേണ്ടി. സോറി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി. ആഹാ, റാണി വളരെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. അവൾ അല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് കടല് കാണുന്നത്.
ഞാൻ ഒരു പ്രത്യേക ടൈപ്പാണ്. ദുഃഖങ്ങൾ അറിയാതെ വളർന്നാൽ എന്തിനേയും നിസ്സാരമായി കാണുന്നവൻ. പക്ഷേ ഇന്ന് സാറെന്തോ പറയാൻ വന്നു? ശരിയാണ്. നിങ്ങളെ ആദ്യം കണ്ടപ്പോഴുള്ള വികാരമല്ല എനിക്കിപ്പോ. സൗഹൃദം തൊട്ടറിയുന്നു എന്നൊരു തോന്നൽ. സാറ് പറഞ്ഞല്ലോ ഞങ്ങളുടെ കഥ സാറിനറിയേണ്ടെന്ന്. ശരിയാണ്. ഞങ്ങളാരോ സാറാരോ. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ അമ്മയായിരുന്നു. അമ്മ മാത്രം. അച്ഛൻ അമ്മ പറഞ്ഞേ അയാൾ അച്ഛനാണെന്നുള്ള അറിവ് ഞങ്ങൾക്കുള്ളൂ. ചേച്ചി, ഇന്നലെ നമ്മളെ ഓടിപ്പിച്ചില്ലേ മീശക്കാരൻ? ആ മീശക്കാരൻ പിടിക്കാൻ വന്നു. എവിടെ? അവിടെ. സത്യം പറയണം, അവരെന്തിനാ എപ്പോഴും നിങ്ങളെങ്ങനെ പിന്തുടരുന്നത്? അവരുടെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്. ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ മരണത്തിന് ശേഷം ഞങ്ങൾ ഒറ്റപ്പെട്ടു. അപ്പൊ അച്ഛൻ? അമ്മയെ അയാൾ വിവാഹം കഴിച്ചതല്ല. വല്ലപ്പോഴും വരും. വിശന്നു കിടക്കുന്ന ഞങ്ങളെ ശ്രദ്ധിക്കാതെ അമ്മയെ വിളിക്കും. അമ്മ ചെന്നില്ലെങ്കിൽ വഴക്കായി, അടിയായി. അങ്ങനെ അമ്മ നിത്യരോഗിയായി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ലായിരുന്നു? എന്തിന്? അയാളുടെ ആദ്യ ഭാര്യയുടെയും മക്കളുടെയും ചവിട്ടും കുത്തുവേൽക്കാനോ? അയാൾ ഇപ്പൊ എവിടെയുണ്ട്? ഞങ്ങൾ അന്വേഷിക്കാറില്ല. സാറ് കേട്ട് കാണും, എഴുത്തുകാരൻ രാമേന്ദ്രനെ. എന്ത്? നോവലിസ്റ്റ് രാമേന്ദ്രനോ? അതെ സർ. പറഞ്ഞിട്ടെന്താ പ്രയോജനം? സാറെന്താ ആലോചിക്കുന്നത്? നോവലിസ്റ്റ് രാമേന്ദ്രനെ കുറിച്ചോ? ഒരർത്ഥത്തിൽ ഞങ്ങൾ അഭിമാനിക്കേണ്ടവരാണ്. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് അയാളെ ഇഷ്ടപ്പെടാൻ സാധിച്ചില്ല. കാരണം ഒരിക്കൽ പോലും സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്തിന്? സ്വബോധത്തോടെ ഞങ്ങൾ അയാളെ കണ്ടിട്ടില്ല. അമ്മ മരിച്ചിട്ട് എത്ര വർഷമായി? 4 വർഷം. ഈ 4 വർഷം ഞങ്ങൾ എങ്ങനെയോ ജീവിച്ചു. ഒരു ദിവസം അവിടെ അകന്ന ബന്ധത്തിലുള്ള ഒരു ചേച്ചി വന്നു. ഞങ്ങൾ അവരെ പോയി കണ്ടു. പുഷ്പ ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യുമെങ്കിൽ അത് ഈ കുട്ടികൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണെങ്കിൽ? നിനക്കവിടെ 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലേ? നീ വിചാരിച്ചാൽ എന്താ സാധിക്കാത്തത്? എന്തെങ്കിലും വീട്ടുജോലിയെങ്കിലും ചെയ്ത് ഞങ്ങൾ ജീവിച്ചോളാം. ഇവിടെ ഞങ്ങൾക്ക് ആരുമില്ല ചേച്ചി. അല്ല, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ യാചിക്കുമായിരുന്നില്ല. ശരി, നോക്കാം. പക്ഷെ അടങ്ങൊഴിഞ്ഞൊക്കെ കഴിഞ്ഞോളാം. ചേച്ചി പറയുന്ന പോലെ ഒക്കെ ഞങ്ങൾ ചെയ്തോളാം. അതെ ചേച്ചി, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നാളെ പുറപ്പെടാൻ തയ്യാറായിക്കോളും. ആ, പുഷ്പയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആരും അറിയാതെ രക്ഷപ്പെട്ടു. ഓ, അപ്പൊ പുഷ്പയാണ് ഇതിന് കാരണക്കാരി. സാറ് പുഷ്പ അറിയോ? നേരിട്ടറിയില്ല, കേട്ടറിയും. ആ, നിങ്ങൾ കയറും. പോയി. അവനാള് ക്രിട്ടിക്കലല്ലേ? ആ, ഇതാ വന്നല്ലോ. പുഷ്പയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ പെൺകുട്ടികൾ ഗോപി സാറിന്റെ കൂടെ കാറിൽ പോകുന്നു ഞാൻ കണ്ടു. നമ്മുടെ സണ്ണിയുടെ ഫ്രണ്ട് ഗോപിയോ? ഗോപി എന്താ സണ്ണിയെ വിട്ടിട്ട് ഒറ്റയ്ക്ക്? ഒറ്റയായാലും ഇരട്ടയായാലും അവൻ ഭാഗ്യം ചെയ്തവനാ. താമ്പാ, നമുക്ക് വഴിയുണ്ടാക്കാം. വഴിയുണ്ടാക്കാൻ എന്താ? സണ്ണിയെ കണ്ട് കാര്യം പറയണം. അതാണ് ന്യായം. Cheers. ഹലോ രവി, ഗോപി ഒന്നില്ലേ? ഇല്ല. ആ 2 പെൺകുട്ടികളും ഗോപിയുടെ വീട്ടിലുണ്ട്. ഞാനിപ്പോ വരാം. വാ.
സണ്ണി സാർ എവിടെ? എപ്പോ വരും? കഴിക്കുന്നില്ലേ? Cheers. Cheers. സണ്ണി, നീ പ്രതീക്ഷിച്ചില്ലായിരിക്കല്ലേ? ആ, അല്ലെങ്കിലും പ്രതീക്ഷിക്കാത്തൊക്കെയാണല്ലോ നടക്കുന്നത്. അല്ല, അളിയനെന്തോ ഒരു ഇഞ്ചി എന്ന കുരങ്ങന മാതിരി. വഴി വിടളിയാ. എന്താ നോക്കുന്നത്? അളിയനെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ. ആ, ഇരിക്കണം. അളിയൻ ഭയങ്കര ടയർഡിലാണെന്ന് തോന്നുന്നു. അതെങ്ങനെയാ? ഒരു ഫയലല്ലല്ലോ, ഇത് 2 ഫയലല്ലേ. സണ്ണി, അളിയൻ ചൂടാരുത് കേട്ടോ. നീ അവരാരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ. ആരെ? ഒരു കള്ളത്താക്കൊലെങ്കിലും ഇല്ലാതെ കള്ളം കക്കാൻ വരുമോ? ആ, നീ സണ്ണിയെ മനസ്സിലാക്കിയില്ലെന്ന് അറിയുമ്പോ അളിയ ഒന്നും പറയുന്നില്ല, പറഞ്ഞ കൂടിപ്പോ. സമയം പോകുന്നേ. നീ അവരെ ഇങ്ങോട്ട് വിളിച്ചേ. വിളിക്കാൻ. എടാ സണ്ണി, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ആരുമില്ല. എന്ന് ഞാനത്ര മണ്ടനൊന്നുമല്ല. പക്ഷേ നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരും. ഇവളെ കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ തലക്ക് ലഹരി കയറും. സണ്ണി, വിടാവളെ. എന്തിന്? ഇവള് നിന്റെ തറവാട്ട് സ്വത്തൊന്നുമല്ലോ. ഇതുവരെ നമ്മൾ അങ്ങനെയല്ല നടന്നിട്ടുള്ളൂ. ആണോ? മര്യാദയ്ക്ക് നിന്നോട് വിടാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ നിന്നിൽ നിന്ന് അത് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഈ സണ്ണി ആരാണെന്ന് ഇനി നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ബൈ. പക്ഷേ നീ അകത്ത് പോയി കിടന്നുറങ്ങും. ഞങ്ങൾ കാരണം ഒരു കാരണമില്ല. പോയി കിടന്നുറങ്ങും. പോയി കിടന്നുറങ്ങാൻ.